എന്താ ഇത്? എന്തിനാ അയാളുടെ വായിൽ ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നേ? ഇയാളെന്റെ അച്ഛനെ കുറിച്ച് പറയാനല്ലേ വന്നേ? എടാ, ഇയാൾ നിന്റെ അച്ഛനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞെന്ന് സാഗറിനോട് ചോദിച്ചു നോക്ക്. പറഞ്ഞു കൊടുക്ക് സാഗർ. എന്തായിരിക്കണോ സാറേ, നാവിന് വഴങ്ങാത്ത കാര്യങ്ങളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാ ടേപ്പ് ഒട്ടിച്ചത്. അല്ലാതെ ശരിയാവത്തില്ല സാറേ. ശരിയാ ശരിയാ മോനെ. മോന്റെ അച്ഛനെയും അച്ഛന്റെ അച്ഛനെയും ഒക്കെ വിളിക്കുക. അത് മാത്രമല്ല, മരിച്ചുപോയ നിന്റെ അമ്മയെ പോലെ അവൻ വെറുതെ വിടുന്നില്ല. വായി വരുന്ന മുഴുവൻ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുക. യവന്റെ വായിന്ന് വരുന്ന കേട്ടാലേ ചവിട്ടി കൂട്ടാനാ തോന്നുന്നത്. അതിനെന്തിനാ മോളുടെ അച്ഛന്റെ വായിൽ ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നേ? അതങ്ങോട്ട് എടുത്ത് മാറ്റി മാമേട്ടാ. അയ്യോ വേണ്ട 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 വേണ്ട. ടേപ്പ് എടുത്തു കഴിഞ്ഞാലേ പിന്നെ അനന്തു പറഞ്ഞത് ശരിയാ. യവന്റെ വായിന്ന് വരുന്നതൊക്കെ ഒരിക്കലും വരാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് ഞങ്ങൾ കുറെ അനുഭവിച്ചതാ. അവിടുത്താലേ നല്ല ഒന്നും അല്ല പറയുന്നത്. പുറത്തു പറയാൻ പറ്റാത്തോണ്ടാ ഇതുവരെ ആരോട് പറയാതിരുന്നത്. ഉണ്ണേട്ടന്റെ അച്ഛനെ കുറിച്ചാ വേണ്ടാത്ത വർത്തമാനമൊക്കെ പറയുന്നത്. അതും നിങ്ങൾക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എല്ലാം കഴിഞ്ഞ് നിൽക്കുക. അതിന്റെ കൂടെ മരിച്ചു എന്റെ അച്ഛനെ പറ്റി പറഞ്ഞ ചവിട്ടി കൂട്ടും ഞാൻ. എടാ, ദേ വയ്യാത്ത മനുഷ്യനല്ലേടാ നീ. എന്തിനാടാ മോളുടെ അച്ഛനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇയാൾ എന്തൊക്കെയാ കാണിക്കുന്നത്? വായിക്കൊള്ളാത്ത വാക്കുകൾ പറയുക. അതിന് ഞാൻ സാക്ഷിയായിരുന്നല്ലോ. പ്രയോഗിക്കാതെ മര്യാദക്ക് നിൽക്കണോ? ഇയാളുടെ വായിന്ന് ടേപ്പ് അഴിക്കാൻ നീ പറയരുത്. നിന്റെ അച്ഛനെ പറയുന്നത് കേൾക്കാൻ വയ്യാത്തോണ്ടാ ഈ ടേപ്പ് ഒട്ടിച്ചത്. എന്തൊക്കെയാ ഇയാൾ പറയുന്നതെന്ന് അറിയാം നിനക്ക്? കൊല്ലണവനെ. അതൊക്കെ നീ കേട്ട് കഴിഞ്ഞാലേ ഇവിടെ ഇയാളെ നീ അടിച്ചു കൊല്ലും. അതൊന്നും ഇവിടെ പറയാൻ കൊള്ളില്ല. നല്ലൊരു ദിവസമായിട്ടേ ചടങ്ങലമ്പാക്കണ്ട. ഞങ്ങൾ നോക്കിക്കോളാം ഇയാളെ. അയാളെ വീട്ടിൽ കൊണ്ടാക്കാൻ നോക്ക്. ഞാൻ കൊണ്ടുവിടാം. നടക്കാൻ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിക്കാം അമ്മാവ. അതൊക്കെ ഇത്രയൊക്കെ വയലന്റ് ആണോ ഇവര്? അതുകൊണ്ടല്ലേ ഉണ്ണിയേട്ടനും അമ്മയൊക്കെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞത്. ഹോസ്പിറ്റലിലേക്കും വീട്ടിലേക്കും വരണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടല്ലേ? മഹി പറഞ്ഞു കണ്ടേട്ടാ, അയാള് പറയുന്നതൊക്കെ ആർക്കും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെന്ന്. അയാൾ എന്തിനാ കണ്ണേട്ടാ നമ്മുടെ അച്ഛനെ കുറിച്ച് മോശമായിട്ട് ഓരോന്ന് പറയുന്നേ? എന്തുകൊണ്ടെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സംശയിക്കുന്നത് അച്ഛൻ്റെ കൊലയാളി അയാളാണോന്ന്.